കലോത്സവത്തിന്റെ രണ്ടാം ദിവസം ഊട്ടുപുരയിലേക്ക് കുട്ടികളുടെ മന്ത്രി അപ്പൂപ്പനെത്തി. കുട്ടികളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. കാണാം ഊട്ടുപുരയിലെ വിശേഷങ്ങൾ. പഴയിടത്തിന്റെ രുചി അറിയാൻ വന്നതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ആരാ നമ്മുടെ കൂടെ ഉള്ളത്? മന്ത്രി, എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടല്ലേ? ഇന്നലത്തെ മില്ലറ്റ് ദോശയൊക്കെ ഗംഭീരമായിരുന്നു. അതെ, ഗംഭീരമായിരുന്നു. ഇനിയും വരും ദിവസങ്ങളിലൊക്കെ ഇതിലും അടിപൊളി ഭക്ഷണങ്ങളുണ്ട്. ഭക്ഷണം ഒരിക്കലും മോശമാകാറില്ല. കുട്ടികൾക്ക് ഇഷ്ടമുള്ള നല്ല ഭക്ഷണം കൊടുക്കാറുണ്ട്. ഇന്നലെ തന്നെ 16,000 പേര് ഇവിടുന്ന് കഴിച്ചു. ഒരു ദിവസം അത്രത്തോളം നമുക്ക് ഇവിടെ അവരെ ഊട്ടാൻ പറ്റുന്നുണ്ടല്ലേ? അതിനുള്ള സൗകര്യം നമ്മളിവിടെ അതിനുള്ള സൗകര്യമുണ്ട്. ഭക്ഷണമൊക്കെ നല്ല രണ്ടാമത് തയ്യാറാക്കേണ്ടി വരും. ഉച്ചക്കത്തെ ഊണ് അവസാനിക്കുന്ന 4 മണിക്കാണ്. അതിനൊന്നൊരു കുറവ് വരുത്താറില്ല. ഇപ്പം 15,000 പാർട്ടി പങ്കാളി കലാകാരന്മാരുണ്ടെങ്കിലും ഒരു ദിവസം അത്രയും പേരില്ലല്ലോ. ഒരു 1000 താഴെയുള്ള ആൾക്കാരുണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ഈ മറ്റ് ശക്തികളുണ്ടല്ലോ, പോലീസ്, വോളണ്ടിയേഴ്സ്, വിവിധ കമ്മിറ്റിയിലെ ആൾക്കാർ, 19 കമ്മിറ്റിയിലെ പ്രവർത്തകർ, പിന്നെ അങ്ങനെയെല്ലാം വരുമ്പോൾ കുറച്ച് നാട്ടുകാരും ഒക്കെ വരുമല്ലോ. അപ്പോൾ അവരെല്ലാം ആകുമ്പോൾ കുറച്ച് നമ്പർ കൂടും. നമ്മളത് നോക്കുന്നില്ല. മിനിസ്റ്റർ ഏതെങ്കിലും പ്രോഗ്രാം കണ്ടോ? ഏതെങ്കിലും ഇവന്റ് കണ്ടായിരുന്നു? ഇന്നലെ ഞാൻ സംഘനൃത്തം കംപ്ലീറ്റ് എന്ന് കണ്ടു. കളർഫുൾ ആയിരുന്നല്ലേ? നന്നായിരുന്നു. നല്ല സ്റ്റാൻഡേർഡാണ്, നിലവാരമുണ്ടായിരുന്നു. ഇപ്പം തൃശ്ശൂരിന്റെ കയ്യിലാണ് കപ്പുള്ളത്. ആർക്ക് കപ്പ് കിട്ടുമെന്നാണ് ഒരു പ്രതീക്ഷയുള്ളത്? തൃശ്ശൂർ തന്നെ എടുക്കുവോ? അത് മന്ത്രി പറയുന്നത് ശരിയല്ലല്ലോ. മന്ത്രിക്ക് 14 ജില്ലയ്ക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അതാണ്. അപ്പം വിദ്യാഭ്യാസ മന്ത്രിയുടെ ആഗ്രഹം 14 ജില്ലയ്ക്ക് കിട്ടണം. പക്ഷേ സ്വർണ്ണക്കപ്പ് ഒറ്റന്നേ ഉള്ളൂ. നമുക്ക് ഇവിടെ മന്ത്രിയുടെ അടുത്ത് പിള്ളേരൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ട് ഭക്ഷണം? അടിപൊളിയായിട്ടുണ്ട്. പരിപാടി ഗംഭീരമാണ്. പിന്നെ കലോത്സവം എപ്പോഴും ഗംഭീരമാണല്ലോ. പക്ഷേ ഉത്തരവാദിത്ത കലോത്സവമാണ്. നമ്മുടെ ഉത്തരവാദിത്തം 5 ദിവസം തീരുന്നില്ല. അല്ല, ഉത്തരവാദിത്വം ഈ കലോത്സവം കഴിയുന്നതോടുകൂടി പുതിയൊരു ഉത്തരവാദിത്വത്തിലേക്ക് പോവുകയാണ് നമ്മുടെ സ്കൂൾ കുട്ടികൾ. പഠിക്കുക മാത്രമല്ല, പരീക്ഷ എഴുതുക മാത്രമല്ല, വേറെ ചില ഉത്തരവാദിത്വങ്ങൾ പോവുകയാണ്. അവരുടെ പരീക്ഷയുടെ രീതിക്ക് ചില മാറ്റങ്ങൾ വരാൻ വേണ്ടി പോവുകയാണ്. അവരുടെ പാഠപുസ്തകങ്ങളുടെ വലിപ്പത്തിൽ ചില മാറ്റങ്ങൾ വരാൻ വേണ്ടി പോവുകയാണ്. വേണ്ടേ? അതെ അതെ അതെ. ഭാരം കുറയാൻ പോവാ. ബാഗിന്റെ ഒക്കെ ഭാരം കുറയുന്നു. സന്തോഷം. ഹാപ്പി അല്ലേ? ഹാപ്പി. അപ്പോൾ നമുക്കതിനനുസരിച്ച് പോഷകസമൃദ്ധ ഭക്ഷണം കൂടുതൽ കൊണ്ടുപോകാം അല്ലേ മിനിസ്റ്ററെ? പോഷകസമൃദ്ധ ആഹാരം എത്തിക്കാം. പാഠഭാരം കുറയ്ക്കുന്നു. പാഠ്യ പദ്ധതി മൊത്തത്തിലൊന്ന് പൊളിക്കുകയാണ്. പുതിയ പദ്ധതിയിലേക്ക് വരിക. അപ്പം ഭക്ഷണം കഴിച്ചു. എങ്ങനെയുണ്ട്? ഇന്നലെയും കഴിച്ചാൽ? ഇന്നലെ കഴിച്ചു. നമ്മുടെ കേരള വിഷന്റെ സ്റ്റാളുണ്ട് അവിടെ. ഇംഗ്ലീഷ് കിറ്റ് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് വന്നേക്കാം. ഓക്കെ, വരാം. നമ്മുടെ എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ? പരിപാടിയെല്ലാം നല്ല മനോഹരമായ രീതിയിൽ പോകുന്നു. എല്ലാ സ്റ്റേജിലും ഒരു പരാതിയും കേട്ടില്ല. പരാതികളൊന്നും ഇല്ല. പരാതി രഹിത കലോത്സവമാണ്. അതേപോലെ അപ്പീലുകൾ പോലും നമ്മൾ അധികം കേട്ടില്ല. അപ്പീലുകളെല്ലാം നിയന്ത്രിച്ചുകൊണ്ടാണ് നമ്മൾ ജില്ലയിൽ നൽകിയിട്ടുള്ളത്. നിയന്ത്രിതമായ അപ്പീല് ഡിപ്പാർട്ട്മെന്റ് നൽകിയിട്ടുള്ളത്. ഉത്തരവാദിത്ത കലോത്സവം എന്ന് പറഞ്ഞാൽ അച്ചട്ട. തീർച്ചയായിട്ടും എല്ലാവരും സഹകരിച്ച് നമുക്ക് ഗംഭീരമാക്കിയിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ഓർമ്മയായി തീരട്ടെ. അപ്പം നിങ്ങളുടെ ടീച്ചർമാരെവിടെ? അവിടെ ഉണ്ട്. ഇവിടെ ടീച്ചർമാരുണ്ട്. ആ ടീച്ചറെ കിടങ്ങന്നൂരിൽ നിന്നല്ലേ? എന്താ ടീച്ചറെ പേര്? അർച്ചന. ഇതിന്റെ ഏതാ വിഷയം? മലയാളം. കുട്ടികളൊന്നും കുഴപ്പമില്ല. നല്ല അടിപൊളിയായിട്ട് പ്രോഗ്രാം എല്ലാം ചെയ്യുന്നു. എടുക്കലാണ്. ഇന്നലെ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ സ്കൂളിൽ എത്ര എ ഗ്രേഡ് വന്നിട്ടുണ്ട്? ഇപ്പം 3 എണ്ണം കഴിഞ്ഞു. അത് 3 എ ഗ്രേഡ് ആണ്. മോള് പറഞ്ഞ സ്കിറ്റ് ഉണ്ട്. ഇന്ന് ഉണ്ട്. പ്രതീക്ഷയുണ്ടല്ലേ? ഉണ്ട്, പ്രതീക്ഷയുണ്ട്. കപ്പെടുക്കും ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ 3 സ്ഥാനത്തിനുള്ളിൽ വരും. ഞങ്ങളൊരു 10-35 ഐറ്റമായിട്ടാണ് വരുന്നത്. കൊല്ലം സ്കൂൾ അത്യാവശ്യം മികച്ച പഠനം. അതെ. ഫസ്റ്റ് ആയിരുന്നു. ജില്ലയിൽ ഞങ്ങൾ ഫസ്റ്റ് വാങ്ങിയാണ് വന്നത്. പത്തനംതിട്ടയുടെ അഭിമാനമാണ്. 20 വർഷമായിട്ട്. അടിപൊളി ഭക്ഷണം. എങ്ങനെയുണ്ട്? അതെ, അടിപൊളിയാണ്. എന്തായാലും ബാക്കി പരിപാടികൾക്കും കളറാക്കുക. നല്ല ഭക്ഷണമുണ്ട്. പഴയിടം തിരുമേനി ഇനിയും കുറേ കാര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് നമ്മുടെ കലവറയിലെ ഊട്ടുപുരയിലെ വിശേഷങ്ങൾ. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയോടൊപ്പം അദ്ദേഹം ഇവിടെ ഒരു സന്ദർശനം, കൂടെ കുറച്ച് ഭക്ഷണമൊക്കെയായി കുട്ടികളോടൊപ്പം അല്പം സമയം ചെലവഴിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.